എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു 3 ടൈപ്പ് നെക്കിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഈ വക്രം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞ വക്രമാണ്. അതിന് ഒരു കഴുത്തകലം 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ കഴുത്തിറക്കം ഒരു 6 ഇഞ്ചാണ് ഇറക്കുന്നത്. പൊക്കം കുറഞ്ഞ ഒരാൾക്കാവുമ്പോൾ മിനിമം വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് മതി, കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ഇറക്കവും. അതിനുശേഷം ഈ മുകളിൽ നിന്ന് താഴേക്ക് ഈ സൈഡിലും ആ 6 ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടം വരെ നമ്മൾ വരയ്ക്കണം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ആ 3 ഇഞ്ച് നമ്മളിങ്ങോട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ ഇങ്ങനെ സ്ക്വയർ പോലെ വരയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ഷേപ്പ് ഒന്നുകിൽ നമ്മുടെ കൈ കൊണ്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കർവുള്ള സ്കെയിലെടുത്ത് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തണം. ഈ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തത് നേരെ താഴെയാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ച് ഇതുപോലെ ഇതിലേക്ക് യോജിപ്പിക്കാം. അതിനുശേഷം ഇതിൻ്റെ വെളിയിലൂടെ ഇതുപോലെ ഈ അകത്ത് വരച്ച അതേ ഷേപ്പിന് 1 ഇഞ്ച് വെച്ച് പുറത്തേക്ക് അടയാളപ്പെടുത്തി ഇങ്ങനെയൊരു ഇതുപോലെ തന്നെ ഒരു ലൈൻ കൊടുക്കാം. അത് എല്ലാ ഭാഗത്തും മുകൾ മുതൽ താഴെ വരെ ഇവിടുന്ന് ഇത് 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ ലൈനുകൾ ഒന്ന് ചേർത്ത് വരച്ചെടുക്കാം. ഇതുപോലെ ബേസിക്കായിട്ട് ഒരു നെക്ക് കട്ട് ചെയ്യാൻ അളവെടുത്ത് കട്ട് ചെയ്യാൻ പഠിച്ചാൽ പിന്നെ ബാക്കി ഏത് ഫാഷനും നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഇത് അതിനുശേഷം ഈ പുറത്തെ ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അകവശം കട്ട് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. വളരെ സാവധാനം ശ്രദ്ധയോടെ ഈ അകത്തെ കഴുത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു കട്ടിങ് കൊടുക്കുന്നു. ഇതിന് നടുഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം. തുണിയിലോട്ട് ചേർത്ത് വെക്കുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്, തയ്ക്കുമ്പോൾ എളുപ്പമുണ്ട്. ഇങ്ങനെ വെട്ടുന്ന കഴുത്തുകൾ അല്പം ഇറക്കത്തിൽ വെട്ടിയാൽ നമുക്ക് ബ്ലൗസിനും അത് യൂസ് ചെയ്യാം. ഇപ്പം ഇത് ചുരിദാറിൻ്റെ നെക്കാണ് വെട്ടുന്നത്. ഇതാണ് ഒരു നെക്ക്. ഇത് വളരെ മനോഹരമായ ഒരു നെക്കല്ലേ. അടുത്ത 2 നെക്കും കൂടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തീരെ കനം കുറഞ്ഞ വക്രമാണ്. ഇതിന് 30 രൂപയൊക്കെ മീറ്ററിന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും ഇതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആ കഴുത്തകലം 3 ഇഞ്ചിലും 6 ഇഞ്ചിലും അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് ഒരാൾക്കുള്ള നെക്ക് തന്നെയാണ്, ഒരാൾക്ക് തന്നെ തയ്ക്കുന്ന ചുരിദാറിൻ്റെ നെക്കാണ്. പക്ഷേ ഷേപ്പ് 3 എണ്ണം ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അളവുകളെല്ലാം കറക്റ്റായിട്ട് അതുപോലൊക്കെ തന്നെയായിരിക്കും. നെക്കിന് അതുപോലെ തന്നെ നമുക്ക് സ്ക്വയർ വരച്ച് കൊടുക്കാം. സ്ക്വയർ വരച്ച് കൊടുത്തതിന് ശേഷം അകത്ത് നമ്മൾ ഏത് നെക്കാണോ വയ്ക്കുന്നത് അതിൻ്റെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കണം. ഇവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി ഇവിടെ ഒരു അടയാളം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ അടയാളം കൊടുത്തെടുത്ത് നിന്ന് നേരെ മുകളിലേക്ക് ഒരു 3/4 ഇഞ്ച് വീണ്ടും അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഈ അടയാളപ്പെടുത്തിയ 3/4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നേരെ സൈഡിലേക്ക് തന്നെ വീണ്ടും ആ 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ ഒരു വര കൊടുക്കുന്നു. അതിനുശേഷം മുകളിലേക്ക് വീണ്ടും 3/4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ആ 3/4 ഇഞ്ചുകൾ തമ്മിൽ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 3/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഇനി ആ 3/4 ഇഞ്ചുകൾ തമ്മിലും ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി മുകളിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ നല്ല ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് ഉണ്ടോ, ഇതൊന്ന് തെളിച്ച് വരയ്ക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ ഷേപ്പ് കിട്ടിയേക്കുന്നത്. ഈ വക്രം തുണിയിലേക്ക് വെച്ച് നമ്മൾ ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ 3 ഇഞ്ച് കഴുത്തകലോ
5.25 ഇഞ്ച് കഴുത്തിറക്കും കിട്ടും. ഒട്ടിച്ചെടുക്കുന്നത് കൊണ്ട് കുറവൊന്നും വരികയില്ല. അതിനുശേഷം നമുക്കിങ്ങനെ പുറത്തേക്ക് മാറ്റി ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി ഓരോ അടയാളം കൊടുക്കുക. അങ്ങനെ മുകൾ വരെ ഓരോ ഇഞ്ച് മാറ്റി അടയാളം കൊടുത്തതിന് ശേഷം ഈ ലൈനുകൾ നമുക്കൊന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡുമൊക്കെ കട്ടായിട്ട് തന്നെ ചെയ്യുന്ന മോഡലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കക്കാർക്കൊക്കെ വലിയ നെക്കുകളൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഇത്തരം നെക്കുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. വെട്ടാൻ പഠിച്ചാൽ തയ്യൽ പകുതി പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത്യാവശ്യം ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കോർണർ ശരിയായി വരുന്ന രീതിയിൽ നന്നായിട്ട് സാവകാശം കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയെടുക്കാം. ഇതിന് മുകൾ ഭാഗം വരുന്നതാണ്. പിന്നെ പൂർണ്ണമായിട്ടും പിടിപ്പിക്കരുത്. കുറച്ച് ഭാഗം മറ്റേ കഴുത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. വീഡിയോ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. കഴുത്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നമുക്കിനി 3ാമത്തെ കഴുത്താണ് നമുക്ക് നോക്കുന്നത്. അതും നമ്മൾ സെയിം ആയിട്ട് തന്നെ ഇതുപോലെ കഴുത്തകനെ 3 എടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കായിട്ട് ഒരു കഴുത്ത് നമ്മൾ നന്നായിട്ട് വെട്ടാൻ പഠിച്ചാൽ നമുക്ക് ആ മോഡൽ വെച്ച് എല്ലാ കഴുത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരാളുടെ ആയതുകൊണ്ടാണ് കഴുത്തകലം 3 എടുക്കുന്നത്. മിനിമം 2.5 മുതൽ നമുക്ക് കഴുത്തകലം എടുക്കാം. 3, 3.5 എടുക്കുന്ന കഴുത്തുകൾ ഉണ്ട്. അപ്പം കഴുത്തിൻ്റെ ഇറക്കവും ബാക്കും ഫ്രണ്ടും ഒക്കെ ആയിട്ട് വ്യത്യാസങ്ങൾ കാണും. ഇപ്പം നോർമലായിട്ട് ഇതൊരു 4.5 ഇഞ്ച് മാത്രമാണ് ബാക്കിലെ കഴുത്തിറക്കുന്നത്. ഒത്തിരി ഇറക്കം വേണ്ടാന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഈ മോഡൽ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ 3ാമത്തെ കഴുത്തും ഈ മോഡലിൽ തന്നെ നമ്മൾ ഇതുപോലെ സ്ക്വയറായിട്ട് തന്നെ വരച്ചു കൊടുത്തു. ഇനി ഞാൻ കൈകൊണ്ട് തന്നെ ഒരു ഷേപ്പ് ഇതിനങ്ങ് വരയ്ക്കുകയാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് കൊടുക്കാം. പക്ഷേ ഇത് ഏറ്റവും നോർമലായിട്ട് വലിയ അളവുകളൊന്നും വെക്കുന്നില്ല. ഏകദേശം ഇതിൻ്റെ ഒരു പകുതി ഭാഗം, ഈ മൊത്തം നെക്കിൻ്റെ പകുതി ഭാഗം കണ്ട് അവിടെ ഒരു പോയിൻ്റ് കൊടുത്തുകൊണ്ട് ഒരു ഇഞ്ചോളം 1.5 ഇഞ്ചോളം മുകളിലേക്ക് വെച്ചു അടയാളപ്പെടുത്തിയിട്ട് അത് ആ പോയിൻറ്റിലേക്ക് 2 ഭാഗങ്ങൾ നമ്മൾ യോജിപ്പിച്ച് വിടുക മാത്രമാണ് ഈ കഴുത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് ഈ കഴുത്ത് ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ്. എത്ര അറിയില്ലാത്തവർക്കും ഈ കഴുത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്തോട് ഏകദേശം 1 ഇഞ്ച് വിട്ട് ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുവാണ്. ഇപ്പം 2 നിങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇത് ഈസിയായിട്ട് ഇതിൻ്റെ പുറം ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഫ്രണ്ട് ഭാഗത്ത് അല്പം ശ്രദ്ധിച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നല്ലപോലെ ഒരുപോലെ പേപ്പറുകൾ മാറിപ്പോകാതെ തന്നെ പിടിക്കണം. എന്നിട്ട് അതിൻ്റെ ആ വക്രം ഇതുപോലെ വെട്ടിയെടുക്കണം. ആദ്യം വെട്ടിയതുപോലെ തന്നെ ഇവിടെ നിർത്തി നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം തയ്ച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ ഇരിക്കും വെട്ടിയെടുത്ത് കഴിയുമ്പോഴും. ഇത് നല്ല ഭംഗിയാണ്. അതുപോലെ ഒരെണ്ണം തയ്ച്ചാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും.